ഒരു വാഹനത്തിൻ്റെ റൈറ്റ് സൈഡിലെ ഹെഡ്ലൈറ്റ് മാത്രം കത്തുന്നുള്ളൂ, ലെഫ്റ്റ് സൈഡ് കത്തുന്നില്ല. കാരണം ഈ ഒരു ഹെഡ്ലൈറ്റ് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ റൈറ്റ് സൈഡിൽ കിടക്കുന്ന HID, ലെഫ്റ്റ് സൈഡിലും കിടക്കുന്ന HID. നിങ്ങളുടെ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് ബൾബ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് മാറാൻ അറിഞ്ഞിരിക്കണം. അതും ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നൊരു കാര്യം. വളരെ സിമ്പിളായിട്ട്. നമസ്കാരം, ഞാൻ രാകേഷ് MG ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് നേരെ ബാക്കിൽ കാണാൻ സാധിക്കും. അതായത് ഇവിടെ എന്താണെന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ സൈഡിൽ, അതായത് ഈ വാഹനത്തിൻ്റെ റൈറ്റ് സൈഡിലെ ഹെഡ്ലൈറ്റ് കത്തുന്നുണ്ട്, ലെഫ്റ്റ് സൈഡിലെ ഹെഡ്ലൈറ്റ് കത്തുന്നില്ല. പാർക്ക് ലൈറ്റ് രണ്ടും ഓണാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണ്. അതായത് നിങ്ങൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു സൈഡിലെ ഹെഡ്ലൈറ്റ് മാത്രം വർക്ക് ചെയ്യുന്നുള്ളൂ, മറ്റേ സൈഡിലെ വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെ വർക്ക് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ഏതായാലും ഓഫ് ചെയ്തിട്ട് അല്ലെങ്കിൽ വെറുതെ ബാറ്ററി നമ്മൾ കളയണ്ട. ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒരു ഹെഡ്ലൈറ്റ് മാത്രം ഇട്ടുകൊണ്ട് വാഹനം ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം നമ്മുടെ വാഹനത്തിന് ഉണ്ടാകുമോ? കാരണം ഒരു കാരണവശാലും ഞാനിങ്ങനെ സജസ്റ്റ് ചെയ്തില്ല, ഇങ്ങനെ ചെയ്യണമെന്നും പറയത്തില്ല. പക്ഷേ നിങ്ങളൊരു ലോങ് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞ് വരുന്ന വഴിയാണ്, രാത്രിയാണ്, വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല, നിങ്ങളുടെ വാഹനത്തിൻ്റെ ഒരു ഹെഡ്ലൈറ്റ് മാത്രം വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഹെഡ്ലൈറ്റ് മാത്രം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റതില്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹെഡ്ലൈറ്റ് പെട്ടെന്ന് പോകാനുള്ള ചാൻസസ് ഉണ്ടോ, അല്ലെങ്കിൽ ആ ഒരു ഹെഡ്ലൈറ്റ് കൂടെ പെട്ടെന്ന് കത്തിപ്പോകാനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ളൊരു കാര്യം പലർക്കും മനസ്സിൽ സംശയമുള്ളൊരു കാര്യമാണ്. നമുക്കൊന്ന് നോക്കാം. ഈ ഒരു വാഹനത്തിൻ്റെ റൈറ്റ് സൈഡിലെ ഹെഡ്ലൈറ്റ് മാത്രം കത്തുന്നുള്ളൂ, ലെഫ്റ്റ് സൈഡ് കത്തുന്നില്ല. കാരണം ഈ ഒരു ഹെഡ്ലൈറ്റ് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ റൈറ്റ് സൈഡിൽ കിടക്കുന്ന HID, ലെഫ്റ്റ് സൈഡിലും കിടക്കുന്ന HID. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം മാത്രം ബേൺ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരെണ്ണം മാത്രം കത്തിക്കൊണ്ട് നിൽക്കുകയാണ്, മറ്റത് കത്തുന്നില്ലെങ്കിൽ എന്താണ് ശരിക്കും സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ട് സൈഡിലോട്ട്, അതായത് റൈറ്റ് സൈഡിലാണെങ്കിലും ലെഫ്റ്റ് സൈഡിലോട്ടാണെങ്കിലും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഫ്യൂസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റൈറ്റ് സൈഡിലോട്ടുള്ള രീതിയും ലെഫ്റ്റ് സൈഡിലോട്ടുള്ള രീതിയും രണ്ടാണ്. അതുകൊണ്ട് നമുക്ക് റൈറ്റ് സൈഡ് മാത്രം നമ്മൾ വർക്ക് ചെയ്യുകയാണെന്നുള്ളത്, അതായത് നമ്മളിപ്പോൾ യൂസ് ചെയ്യുകയാണെങ്കിൽ വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. പക്ഷേ ഇങ്ങനെയിട്ട് വാഹനം ഓടിക്കാൻ ഞാൻ ഒരു കാരണവശാലും റെക്കമെൻഡ് ചെയ്യത്തില്ല. അത്യാവശ്യമുള്ള സിറ്റുവേഷൻ, അതായത് എമർജൻസി സിറ്റുവേഷനോ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ വാഹനം ഓടിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കും. അതിനുശേഷം അല്ലെങ്കിൽ പോകുന്ന വഴിക്ക്, അല്ലെങ്കിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഏതെങ്കിലും അടുത്തുള്ള വർക്ക്ഷോപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കയറ്റി ഈ ഒരു ഹെഡ്ലൈറ്റ് മാറുന്നത് ഏറ്റവും അത്യാവശ്യമായിരിക്കും. ഇനി അതല്ല, നിങ്ങൾക്ക് ഞാൻ പഴയ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഹെഡ്ലൈറ്റിൻ്റെ സ്പെയർ ബൾബ് നമ്മുടെ വാഹനത്തിൽ എപ്പോഴും വെക്കണം. അതിപ്പോൾ HID തന്നെ വേണമെന്നില്ല. ഇപ്പോൾ ഈ വാഹനത്തിൽ ഉള്ളത് HID ആണ്. പക്ഷേ HID തന്നെ വേണമെന്ന് ഞാൻ ഒരു കാരണവശാലും റെക്കമെൻഡ് ചെയ്തില്ല. സാധാരണ ഒരു ബൾബാണെങ്കിലും നമ്മൾ വാഹനത്തിലെടുത്ത് വെച്ചോണം. നിങ്ങളുടെ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് ബൾബ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് മാറാൻ അറിഞ്ഞിരിക്കണം. അതും ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നൊരു കാര്യം. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കൊരു ഹെഡ്ലൈറ്റിൻ്റെ ബൾബ് മാറാൻ സാധിക്കും. അത് മാറുന്നതിൻ്റെ വീഡിയോ ഞാൻ തൊട്ട് മേളിലായിട്ട് കൊടുത്തേക്കാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കും, ഏത് വാഹനമാണെങ്കിലും. അതായത് ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന H4 ബൾബ് വരുന്ന മോഡലാണ്. പക്ഷേ നിങ്ങളുടെ ഇരിക്കുന്ന വാഹനം ഏതാണ്, അതിൻ്റെ ബൾബ് മാറുന്ന രീതിയും കൂടെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ലോങ് ഡ്രൈവ് ഒക്കെ പോയിച്ചും വരുന്ന സമയത്ത് ഏതെങ്കിലും രീതിക്ക് നമ്മൾ ഇട്ടിരിക്കുന്ന LED യോ HID യോ വല്ലതൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഒരു ഹാലജൻ ബൾബ് മാറ്റിയിടാൻ അറിഞ്ഞിരിക്കണം. അത് അത്യാവശ്യമായിട്ട് വാഹനം ഓടിക്കുന്ന എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്.